നാമമേനിക്കു പാർക്കാം. എത്ര മധുരമാവൻ നാമമേനിക്കു പാർക്കാം. ഓട്ടുവരും തോറും ആദിമാഞ്ഞു പോകുന്നു. ഓട്ടുവരും തോറും ആദിമാഞ്ഞു പോകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 3-ാം വാക്യം. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. നിരപരാധിയായ ഒരാളുടെ മേൽ ഉയരുന്ന തെറ്റായ ആരോപണങ്ങളെയും അന്യായമായ പെരുമാറ്റത്തെയും കുറിച്ചാണ് ദാവീദ് ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. നീതികേട് ചുമത്തപ്പെടുന്നത് ദൈവമക്കൾക്കും സംഭവിക്കാം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച വ്യക്തിയായിരുന്നു ദാവീദ്. എന്നിട്ടും ശൗൽ രാജാവ് അവനെ നിരന്തരം സംശയിക്കുകയും ശത്രുവായി കാണുകയും ചെയ്തു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അന്യായമായ കുറ്റാരോപണങ്ങൾ വരുന്നത് അസാധാരണമല്ല. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. കോപത്തോടെ നമ്മെ ഉപദ്രവിക്കുന്നതിന് മുൻപിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? സ്വാഭാവികമായി മനുഷ്യന് പ്രതികാരം ചെയ്യുവാൻ തോന്നാം. എന്നാൽ ദാവീദ് പ്രതികാരത്തിന് പകരം ദൈവസന്നിധിയിലാണ് എത്തുന്നത്. അവൻ തൻ്റെ വേദന ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. വിശ്വാസിയുടെ ശക്തി പ്രതികാരത്തിനല്ല, പ്രാർത്ഥനയിലാണ്. നമ്മെ മുറിപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഹൃദയം നാം ഈ നാളുകളിൽ ഒരുക്കണം. നമ്മുടെ ഹൃദയം കയ്പിൽ നിന്ന് കാക്കുവാനും ഈ നാളുകളിൽ ദൈവം നമ്മെ വിളിക്കുകയാണ്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. മനുഷ്യർ തെറ്റായ വിധി പറഞ്ഞാലും സമൂഹം തെറ്റായ അഭിപ്രായം രൂപീകരിച്ചാലും ദൈവം ഹൃദയം അറിയുന്നവനാണ്. അവൻ്റെ മുൻപിൽ ഒരു സത്യവും മറഞ്ഞിരിക്കില്ല. മനുഷ്യൻ്റെ കോടതിയിൽ തോറ്റാലും ദൈവത്തിൻ്റെ കോടതിയിൽ നീതി ലഭിക്കും. ദൈവം തൻ്റെ സമയത്ത് തങ്ങളുടെ മക്കളുടെ നിരപരാധിത്വം വെളിപ്പെടുത്തുകയും അവരെ ഉയർത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകാം. നമ്മുടേതല്ലാത്ത പ്രവർത്തനങ്ങൾക്കുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. നിരാശപ്പെടരുത്. ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. മനുഷ്യ ആരോപണങ്ങളെക്കാൾ ദൈവശബ്ദം കേൾക്കുവാനും പ്രതികാരത്തേക്കാൾ പ്രാർത്ഥിക്കുന്നവരാകുവാനും നിരാശപ്പെടാതെ പ്രത്യാശയോടെ നിലനിൽക്കുവാനും ദൈവം തൻ്റെ സമയത്ത് സത്യം വെളിപ്പെടുത്തുകയും തൻ്റെ മക്കളെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുവാനും കഴിയണം. പ്രാർത്ഥിക്കാം. കർത്താവേ, അന്യായമായ ആരോപണങ്ങളും മനുഷ്യരുടെ കോപവും ഞങ്ങളെ തളർത്തിക്കളയാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.